അൽഹംദുലില്ലാ സുമ്മൽ ഹംദുലില്ലാ. പരിശുദ്ധമായ അറഫയിലാണുള്ളത്. അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് വരുന്ന 20 ലക്ഷത്തിലേറെ വരുന്ന ഹാജിമാരെ സ്വീകരിക്കാനായിട്ട് അറഫയിൽ ടെൻറ്റുകൾ തകൃതിയായിട്ട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ് 160-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാർ സംഗമിക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ ഈ അറഫയിൽ ടെൻറ്റ് എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പല തുണികളും മറ്റൊക്കെ വലിച്ച് കെട്ടിയിട്ടൊക്കെ ഒരു ടെൻറ്റുകൾ നിർമ്മിക്കുന്ന ഒരു രീതിയായിരുന്നു. കാരണം അറഫയിൽ ഹാജിമാർ സംഗമിക്കുന്ന ടൈം എന്ന് പറയുന്നത് ദുൽഹിജ്ജ 9-ന്, അറഫയുടെ സമയം ദുൽഹിജ്ജ 9-ൻ്റെ ളുഹുർ മുതൽ 10-ൻ്റെ സുബഹി വരെയാണ്. പക്ഷെ മഗ്രിബോട് കൂടെ എന്ത് ചെയ്യും, ഹാജിമാർ നേരെ മുസ്ദലിഫയിലേക്ക് നീങ്ങും. അപ്പോൾ നല്ല ചൂട് ടൈമാണ് അറഫയിൽ ഹാജിമാർ സംഗമിക്കുക. നല്ല സൗകര്യമുള്ള ടെൻറ്റുകളാണ്. ഈ ടെൻറ്റ് നിർമ്മിക്കാൻ തന്നെ ഉപയോഗിക്കുന്നത് ടെഫ്ലോൺ പൂശിയ ഫൈബർ ഗ്ലാസ് കൊണ്ടുള്ള പ്രത്യേക ഒരു തുണി ഉപയോഗിച്ചിട്ടാണ്. ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. ഫയർ പ്രൂഫാണ്, അതുപോലെ തന്നെ ചൂട് ഉള്ളിലേക്കട് കടത്തി വിടൂല. പിന്നെ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇവർ ചെയ്യുന്ന സൗകര്യം എന്ന് പറഞ്ഞപ്പോൾ എയർ കണ്ടീഷനാണ്, അവർക്ക് ചാർജിങ് സംവിധാനങ്ങൾ, പിന്നെ നല്ല ഭക്ഷണങ്ങൾ ടെൻറ്റിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ടെൻറ്റുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്നുണ്ട്. ഈ പണ്ട് കാലത്തൊക്കെ അറഫയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തുണികളും മറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടുള്ള ഒരു രീതിയായിരുന്നു. അങ്ങനെ അന്നത്തെ കാലത്തൊക്കെ അറഫയിൽ വലിയ ചന്ത ഉണ്ടായിരുന്നു, മാർക്കറ്റ്. അതെന്തിനാണ്? പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണല്ലോ, അവർക്ക് അവരുടെ നാട്ടിലെ ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വലിയ ചന്ത അറഫയിൽ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെ ചന്തയോ കാര്യങ്ങളൊന്നും അറഫയിലില്ല കേട്ടോ. മാഷാ അല്ലാഹ്, വരുന്ന ഹാജിമാർക്കെല്ലാം ടെൻറ്റിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് കണ്ടില്ലേ, ശക്തിയേറിയ ചൂടായിരിക്കും. ആ ചൂടിനെ തണുപ്പിക്കാനായിട്ട് കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്ന വെള്ളം സ്പ്രേ ചെയ്യും. അപ്പോൾ ഹാജിമാർക്ക് ചെറിയ ആശ്വാസം കിട്ടുന്ന ഒരു സംഭവമാണ് ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അറഫയെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ദുൽഹിജ്ജ 9-ൻ്റെ അന്ന് ളുഹുർ മുതൽ 10-ൻ്റെ സുബഹി വരെ അല്പനേരമെങ്കിലും ഒരു ഹാജി അറഫയുടെ ബൗണ്ടറിക്ക് ഉള്ളിൽ, അറഫയുടെ ബൗണ്ടറി എന്ന് പറയുമ്പോൾ 18 കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത്. ഈ ബൗണ്ടറിക്ക് ഉള്ളിൽ അല്പനേരമെങ്കിലും നടന്നോ ഇരുന്നോ കിടന്നോ വാഹനത്തിലോ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അറഫ സംഗമം, അറഫ അയാൾക്ക് ലഭിക്കും. അറഫ ലഭിച്ചാലേ അയാൾക്ക് ഹജ്ജുള്ളൂ. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാൻ കഴിയും, നജിദിൽ നിന്ന് വന്ന ഒരു സംഘം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹജ്ജിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മുത്തുനബി പറയുന്നുണ്ട്, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിൽ വുക്കൂഫ് ചെയ്യലാണ്, നിൽക്കലാണ്. എപ്പോൾ? ദുൽഹിജ്ജ 9-ൻ്റെ ളുഹുർ മുതൽ 10-ൻ്റെ സുബഹി വരെ. അതിൻ്റെ ഇടയിൽ അല്പനേരമെങ്കിലും അറഫയിൽ നിൽക്കലാണ് ഹജ്ജ് എന്ന് പറയുന്നത്. മറ്റു കർമ്മങ്ങൾ